ഇറാനിൽ ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. 3-ാം തീയതി ഇന്നലെ ആരംഭിച്ച ചടങ്ങ് 7 ദിവസത്തേക്കാണ് നീണ്ടു നിൽക്കുന്നത്. വളരെ വിപുലമായ പരിപാടികളോടുകൂടി മില്യൺ കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു സംസ്കാര ചടങ്ങ് സംഭവ ബഹുലമായാണ് ഇറാൻ കൊണ്ടാടുന്നത്. കാരണം അവരുടെ ഏറ്റവും വലിയ പരമോന്നത നേതാവിനെയായിരുന്നു ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതി ആക്രമിച്ച് കൊലപ്പെടുത്തി കളഞ്ഞത്. ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കെ നമുക്ക് യുദ്ധത്തിലേക്ക് പോവേണ്ടതില്ലെന്നും ഇരുവിഭാഗവും ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും അങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ടേബിളിലേക്കെന്നോണം ചതിയന്മാരായ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തുകയും ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചു കളയുകയും ചെയ്തത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഇറാന്റെ ആർമി ചീഫ് കമാൻഡർ പറയുന്നത് രക്തത്തിന് ഞങ്ങൾ പകരം ചോദിക്കും, അലി ഖാംനെയുടെ രക്തത്തിന് പകരം ചോദിക്കാതെ ഞങ്ങൾ നിൽക്കുകയില്ല എന്നാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഏറ്റവും വലിയ പരമോന്നത നേതാവിനെയാണ്. അവരുടെ രാജ്യത്തിന്റെ ഭരണാധികാരി എന്നതിലുപരി മതപരമായി തന്നെ അവരുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടത് കൊണ്ട് കൂടിയാണ് ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള പ്രതികാര നടപടികൾ പ്രതികരണവുമായി കഴിഞ്ഞ യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങളെയും അമേരിക്കൻ സാന്നിധ്യമുള്ള മേഖലയിലെ മുഴുവൻ രാഷ്ട്രങ്ങളെയും 7ഓളം വരുന്ന രാജ്യങ്ങളെ ഒറ്റ സമയം ഇറാൻ ആക്രമിച്ചു കളഞ്ഞത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനിടക്ക് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും അതുപോലെ തന്നെ മുഖ്യ ചർച്ചക്കാരനുമായ മുഹമ്മദ് ഖാലിബാഫ് പറഞ്ഞിട്ടുള്ളത് ഇസ്രയേലും അമേരിക്കയും അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു വെടിനിർത്തൽ കരാറിൽ വെച്ചിട്ടുള്ള ഉപാധികൾ അവർ ഫുൾഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ, അവർ അതുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, അതിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്നും ഫെബ്രുവരിയിൽ അവർ ഞങ്ങളെ ആക്രമിച്ചതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നും ആ ഒരു ആക്രമണത്തിന് ശേഷം അമേരിക്ക നിരുപാധികം ഞങ്ങളോട് വെടിനിർത്തലിന് കേഴുകയും ചെയ്തു എന്നാണ്. ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ അവർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും വളരെ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും മുഹമ്മദ് ഖാലിബാഫ് ഇതിനിടയിൽ നടത്തുകയുണ്ടായി എന്നുള്ളതാണ്.